ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം, അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: തന്റെ ശക്തിയുടെ വചനത്താൽ അവിടുന്ന് സകലതിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. തന്റെ ശക്തിയുടെ വചനത്താൽ അവിടുന്ന് സകലതിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു എന്ന് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 3-ാം വചനം പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് കഷ്ടതകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും വേദനകളിലൂടെയും തകർച്ചകളിലൂടെയും രോഗാവസ്ഥകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഇന്ന് നമ്മളെ താങ്ങി നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 94-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം, സങ്കീർത്തനം 94:18 വചനം ഇപ്രകാരം പറയുന്നു: എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ കർത്താവിന്റെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ടല്ലോ. നമ്മളെ താങ്ങി നിർത്തുന്ന ദൈവം, നമ്മളെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ വചനം. ഈ വചനം കേൾക്കാനായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും ആ ജീവിതത്തിന്റെ അവസ്ഥകളിൽ കാലിടറാതെ, ആ ജീവിതത്തിന്റെ അവസ്ഥകളിൽ തളർന്നു പോകാതെ, മനമടുക്കാതെ, പെറുപെറുക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ താങ്ങി നിർത്തുന്ന ആ ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, മനസ്സിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചേർന്ന് ചൊല്ലി ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പൂജിതമാകണമേ, നിങ്ങളുടെ രാജ്യം വരണമേ, നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, 1947 ഓഗസ്റ്റ് മാസം 31-ാം തീയതി നമുക്കറിയാം. 1947 1947 പ്രത്യേകതയെല്ലാം നമുക്കറിയാം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച വർഷമാണ് ഓഗസ്റ്റ് മാസം 15-ാം തീയതി. പ്രിയപ്പെട്ടവരെ, ഒരു 15 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഇന്ത്യയുടെ പല ഭാഗത്തും ചില സാമുദായിക ലഹളകളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ത്യയുടെ വലിയ നഗരങ്ങളിലെല്ലാം ആ ലഹളകൾ വ്യാപിക്കാൻ തുടങ്ങി. ആ കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധി താമസിച്ചുകൊണ്ടിരുന്നത് കൽക്കട്ട നഗരത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ കമ്മ്യൂണൽ റൈറ്റ്സ്, ഈ സാമുദായിക ലഹളകളെല്ലാം കൽക്കട്ട പട്ടണത്തിലും എത്തി. പ്രിയപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് മഹാത്മാഗാന്ധി അറിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ഒരു തീരുമാനമെടുത്തു. അതിങ്ങനെയാണ്: ഈ ലഹളകൾ അവസാനിക്കുന്നത് വരെ, അതല്ലെങ്കിൽ എന്റെ മരണം വരെ ഞാൻ ഇതിനു വേണ്ടി ഉപവസിക്കുവാൻ തീരുമാനിക്കുന്നു എന്ന ഒരു തീരുമാനം മഹാത്മാഗാന്ധി എല്ലാവരെയും അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഏകദേശം 78 വയസ്സ് പ്രായമുണ്ട് അന്ന് ഗാന്ധിജിക്ക്. ആരോഗ്യനില അത്ര നല്ലതല്ല. അപ്പം ഗാന്ധിജിയുടെ സുഹൃത്തുക്കളെല്ലാം ഗാന്ധിജി ഉപദേശിച്ചു, അവിടുന്ന് ഈ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകണം. എന്നാൽ തന്റെ തീരുമാനത്തിൽ ഗാന്ധിജി ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, ഉപവാസം ആരംഭിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവര് മഹാത്മാഗാന്ധിയുടെ ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അനേകം പേര് സാമുദായിക ലഹളകളിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അങ്ങ് ഉപവസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരോട് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു മറുപടി എനിക്ക് വളരെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മഹാത്മാഗാന്ധി ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ ഈ ഉപവസിക്കുന്നതിലൂടെ ഈ സാമുദായിക ലഹളകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഉപവസിക്കുന്നതിലൂടെ അവരുടെ ഹൃദയങ്ങളെ എനിക്ക് സ്പർശിക്കാൻ സാധിക്കുമെന്ന്, അവരുടെ തീരുമാനങ്ങളിൽ നിന്നും അവർ പുറകോട്ട് പോകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന്, ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെ ഉറച്ച തീരുമാനവുമായിട്ട് ഗാന്ധിജി മുമ്പോട്ട് പോയി തന്റെ ഉപവാസം ആരംഭിച്ചു. ഉപവാസം ആരംഭിച്ച് 3-ാമത്തെ ദിവസം
പ്രിയപ്പെട്ടവരെ, ഈ ലഹളകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന നേതാക്കന്മാർ മഹാത്മാഗാന്ധിയെ കാണുവാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എത്തി എന്നാണ് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ആ ബുക്കിൽ മനോഹരമായിട്ട് അത് വിവരിച്ചിരിക്കുന്നത്. അവര് എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും അവർ തയ്യാറായി. ആ സാമുദായിക ലഹളകളെല്ലാം മഹാത്മാഗാന്ധിയുടെ ആ ഉപവാസത്തോടെ 3-ാമത്തെ ദിവസം അവസാനിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയില് അങ്ങോളം ഇങ്ങോളം എല്ലാ നഗരങ്ങളിലും വലിയ ശാന്തിയും സമാധാനവും ഉണ്ടായി എന്ന് ആ ബുക്കിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു ചെറിയ സംഭവം, മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തിൽ നടന്ന ഈ ഒരു ചെറിയ സംഭവം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിഹാര പ്രവർത്തികളുടെയും ശക്തിയെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ്. നമ്മൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെയൊക്കെയാണല്ലോ ഇപ്പോൾ കടന്നു പോവുക. അപ്പൊ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ചില ചെറിയ ചിന്തകള് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോമ്പെടുക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പരിഹാര പ്രവർത്തികൾ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക തിന്മകളുടെ മേൽ, ചില പ്രത്യേക അന്ധകാര ശക്തികളുടെ മേൽ, ചില പ്രത്യേക പൈശാചിക പീഡകളുടെ മേൽ, ചില പ്രത്യേക തഴക്ക ദോഷങ്ങളുടെ മേൽ, ഇങ്ങനെയുള്ള ജീവിതാവസ്ഥകളെല്ലാം അതിജീവിക്കുവാൻ നമ്മൾ എടുക്കുന്ന ഓരോ നോമ്പും, ഓരോ ഉപവാസവും, ഓരോ പരിഹാര പ്രവൃത്തികളും നമ്മെ സഹായിക്കുമെന്ന് പരിശുദ്ധ വചനം, ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുക, നോമ്പിനെ കുറിച്ച്. നോമ്പിന്റെ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നോമ്പിനെ കുറിച്ചുള്ള ചിന്തകള് നമുക്ക് ഏറെ സഹായകരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് നോമ്പ് എന്ന വാക്കിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ലെൻഡ് എന്നാണല്ലോ നമ്മൾ ഇതിനെ പറയുക. എന്താണ് ഈ ലെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം? ഈ ലെൻഡ് എന്ന വാക്ക് ഒരു ആംഗ്ലോ സാക്സൺ വേർഡായ ലെങ്ടൺ, LENCTN, ലെങ്ടൺ എന്ന വേർഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ വാക്കിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, സ്പ്രിംഗ് എന്നാണ്. നമുക്കറിയാം 4 പ്രധാനപ്പെട്ട സീസണുകളാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഓട്ടം ഉണ്ട്, സമ്മർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വിന്റർ ഉണ്ട്, അതുപോലെ നമുക്ക് സ്പ്രിംഗ് ഉണ്ട്. 4 സീസണുകൾ: ഓട്ടം, സമ്മർ, അതുപോലെ വിന്റർ ആൻഡ് സ്പ്രിംഗ്. 4 സീസണുകളാണ് നമുക്ക് ഉള്ളത് പ്രധാനമായിട്ട്. പിന്നെ ചില രാജ്യങ്ങളിലെല്ലാം ഒരു മൺസൂൺ സീസൺ ഉണ്ട്, ഒരു മഴക്കാലവും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും 4 സീസണുകൾ. ആ സീസണുകളിൽ ഒന്നിന്റെ പേരാണ് സ്പ്രിംഗ്. അപ്പൊ ലെൻഡ് എന്ന പദത്തിന്റെ അർത്ഥം സ്പ്രിംഗ് എന്നാണ്. എന്തിനാണ് ഈ സ്പ്രിംഗ് എന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു വാക്ക് ഈ ലെൻഡിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, വിന്ററിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആയിരിക്കുന്ന ഈ രാജ്യത്തൊക്കെ വിന്ററിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രഭാതത്തിൽ ഒരു 8 മണി ഒക്കെ ആകുമ്പോഴേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുള്ളൂ, അല്ലെ വെട്ടം വരത്തുള്ളൂ. അതിനുശേഷം ഒരു വൈകുന്നേരം ഒരു 3-4 മണി ആകുമ്പോൾ തന്നെ നല്ല കൂരിരുട്ടാവും. അപ്പോ the duration of the day is very less and the duration of the night is very long during winter. അതായത് വിന്ററിന്റെ സമയത്ത്, അതായത് പ്രകാശമുള്ള സമയം വളരെ കുറവും അന്ധകാരമുള്ള സമയം വളരെ കൂടുതലുമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരുപാട് പേർക്കും അതറിയാൻ പറ്റും. അപ്പം പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ വിന്റർ കഴിഞ്ഞു വരുന്ന സീസണാണ് സ്പ്രിംഗ്. അപ്പൊ സ്പ്രിംഗിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ ഇരുട്ടുള്ള സമയത്തിന്റെ അളവ് കുറഞ്ഞു വരും, അതുപോലെ തന്നെ ഡേ ടൈം അത് കൂടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി ലെൻഡിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെ നോമ്പെടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ഉപവസിക്കാൻ തയ്യാറാകുമ്പോൾ, പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ ജീവിതത്തിലെ പാപത്തിന്റെയും മ്ലേച്ഛതയുടെയും അന്ധകാരത്തെ കുറയ്ക്കുവാൻ ഇത് സഹായിക്കുമെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ സ്വർഗത്തിന്റെ പ്രകാശം അവന്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്ന ഒരു സമയമാണ് ഈ ലെൻഡ് സീസൺ. അതുകൊണ്ടാണ് ലെൻഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഈ ഒരു കാലഘട്ടം ഒരു നോമ്പ് ആചരണത്തിന്റെ കാലഘട്ടമായിട്ട് ഈസ്റ്ററിന് മുന്നേയുള്ള 40 ദിവസങ്ങൾ അല്ലെങ്കിൽ 50 ദിവസങ്ങൾ നമ്മൾ ആചരിക്കുക. ഹല്ലേലൂയ. അപ്പോ ലെൻഡ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അന്ധകാരത്തെ കുറച്ച് സ്വർഗത്തിന്റെ പ്രകാശത്തെ, പരിശുദ്ധാത്മാവ് തരുന്ന ആ വെളിച്ചത്തെ, ആ പ്രകാശത്തെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വ്യാപരിപ്പിക്കാൻ സഹായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ വലിയ നോമ്പ് കൊണ്ട് സഭ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, പാശ്ചാത്യ സഭകളില് ആഷ് വെനസ്ഡേ തുടങ്ങി ആരംഭിക്കുന്ന ലെൻഡ് ഏകദേശം 40 ദിവസങ്ങൾ, ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങള് 40 ദിവസങ്ങൾ, ഹോളി സാറ്റർഡേ വരെ, ദുഃഖ ശനിയാഴ്ച വരെയുള്ള 40 ദിവസങ്ങള് പാശ്ചാത്യ സഭകളില് ആചരിക്കുമ്പോൾ, പൗരസ്ത്യ സഭകളില് ആഷ് മൺഡേ നമ്മൾ ആരംഭിച്ച് ദുഃഖ ശനിയാഴ്ച തീരുന്ന 50 ദിവസങ്ങളാണല്ലോ നമ്മൾ വലിയ നോമ്പായിട്ട് ആചരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നോമ്പ് ആചരണത്തിലൂടെ സഭ അർത്ഥമാക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും വളരെ പെട്ടെന്ന് അതിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചതിന്റെ കമ്മോമറേഷൻ, ഓർമ്മയാണല്ലോ നമ്മൾ ഈസ്റ്ററിന് മുന്നേയുള്ള ഈ വലിയ നോമ്പിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ഈശോ 40 ദിനരാത്രങ്ങൾ
പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പ്രലോഭിപ്പിക്കപ്പെട്ട് മരുഭൂമിയിൽ കഴിഞ്ഞതിന്റെ ഓർമ്മയാണ് വലിയ നോമ്പ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈശോ ഈ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ചെലവിട്ടത്? അതെന്തുകൊണ്ട് ഒരു 33 ദിവസമോ ഒരു 25 ദിവസമോ ഒരു 50 ദിവസമോ ഒരു 100 ദിവസമോ ആയില്ല? എന്തുകൊണ്ടായിരിക്കും ഈശോ ഒരു 40 ദിവസങ്ങൾ എന്ന ഒരു ഡ്യൂറേഷൻ ഈശോ തിരഞ്ഞെടുത്തത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം, ഒരു ബോധ്യമുള്ളത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിലേക്ക് നോക്കുമ്പോൾ അത് പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ഓരോ സംഭവങ്ങൾക്കും ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു വലിയ അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ 40 ദിവസത്തിനും അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്, ഒരു മീനിങ് ഉണ്ട് എന്ന് നമുക്ക് ബൈബിള് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അതിന്റെ 7-ാമത്തെ അധ്യായം, അതിൽ നോഹയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ നോഹയുടെ സമയത്ത് വലിയൊരു ജലപ്രളയത്തിലൂടെ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളെയും ദൈവമായ കർത്താവ് നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 12ഉം 17ഉം തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്: 40 ദിനരാത്രങ്ങൾ മഴ നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു. 40 ദിവസത്തേക്ക് ഭൂമിയിൽ മഴ പെയ്തു എന്നാണ് നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുക. ഇസ്രായേൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഏകദേശം 430 വർഷങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ അവിടെ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് മോശയെ ദൈവം പ്രവാചകനായിട്ട് ഇസ്രായേലിന്റെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ദൈവമായ കർത്താവ് മോശയെ സീനായി മലയുടെ മുകളിലേക്ക് വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 10 കൽപ്പനകൾ മോശയ്ക്ക് കൊടുക്കുവാനായിട്ട് സീനായി മലയുടെ മുകളിലേക്ക് ദൈവമായ കർത്താവ് മോശയെ വിളിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വചനം, അവിടെ വചനം എപ്രകാരം പറയുന്നു: മോശ 40 ദിനരാത്രങ്ങൾ സീനായി മലയുടെ മുകളിൽ ദൈവത്തോടൊപ്പം ചെലവഴിച്ചു, അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല എന്ന് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പൊ അങ്ങനെ 40 ദിനരാത്രങ്ങൾ മോശ ദൈവമായ കർത്താവിന്റെ കൂടെ സീനായ് മലയുടെ മുകളിൽ ഇരുന്നു. അതിനുശേഷമാണ് ഈ 10 കൽപ്പനകൾ ദൈവമായ കർത്താവ് മോശയ്ക്ക് കൈമാറിയത് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഈ 430 വർഷം നീണ്ട അടിമത്തത്തിൽ നിന്നും, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽക്കാർ, നമുക്കറിയാം, നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ പുറപ്പാട്, സംഖ്യ, ലേവ്യർ, നിയമാവർത്തനം, ഈ 3-4 പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും 40 വർഷങ്ങൾ അവർ മരുഭൂമിയിലൂടെ നടന്നാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന കാനാൻ ദേശത്തേക്ക് അവർ എത്തിച്ചേർന്നത്. വളരെ ദുഷ്കരമായ യാത്രയായിരുന്നു, മരുഭൂമിയിലൂടെയുള്ള യാത്രയായിരുന്നു. പക്ഷെ 40 വർഷങ്ങൾ നടന്നിട്ടാണ് അവർ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നതെന്നും നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1 രാജാക്കന്മാർ അതിന്റെ 19-ാമത്തെ അധ്യായത്തില് ഇസ്രായേലിലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഈ ഏലിയ പ്രവാചകന് നേരെ അന്നത്തെ രാജാവായിരുന്ന ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു: അവനെ കൊന്നുകളയുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകനെ വകവരുത്താനുള്ള കൽപ്പന രാജസന്നിധിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്റെ പ്രാണരക്ഷാർത്ഥം ഏലിയ പ്രവാചകൻ ചെയ്തൊരു കാര്യമുണ്ട്. അവൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി. പ്രിയപ്പെട്ടവരെ, 40 ദിവസങ്ങൾ നടന്നിട്ടാണ് കർത്താവിന്റെ മലയായ ഹോറബിൽ ഏലിയ പ്രവാചകൻ എത്തിച്ചേർന്നത്. അവിടെ വെച്ചാണ് ദൈവമായ കർത്താവ് ഏലിയ പ്രവാചകന് പ്രത്യക്ഷപ്പെട്ടതും ഏലിയായെ അഭിഷേകം ചെയ്തതും. പ്രിയപ്പെട്ടവരെ, 40 ദിനരാത്രങ്ങൾ. യോന പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, യോന നിനവയിൽ പോയി ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: 40 ദിവസങ്ങൾക്കുള്ളിൽ ഈ നഗരം ദൈവമായ കർത്താവ് ഇതാ നശിപ്പിക്കാൻ പോകുന്നു. 40 ദിവസത്തോളം നിനവയിലെ നിവാസികളോട് യോന പ്രവാചകൻ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചുവെന്ന് യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പഴയ നിയമത്തില് ഒരുപാട് റെഫറൻസസുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഈ 40 എന്ന സംഖ്യയ്ക്ക്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വചനം 3-ാമത്തെ വചനത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്: ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പഠിപ്പിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ഈശോ 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം ഈ ഭൂമിയിൽ ചെലവഴിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ഈശോ 40 ദിവസം മരുഭൂമിയിൽ കഴിഞ്ഞു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പുതിയ നിയമം എടുത്താലും പഴയ നിയമം എടുത്താലും ഈ 40 ദിവസം എന്നത് ഒരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ടായിരിക്കണം ഈശോ 40 ദിവസം മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട്
നമ്മൾ ഇപ്പൊ കണ്ട ഒരു കാര്യമുണ്ട്. അതായത് നോമ്പ് അല്ലെ വലിയ നോമ്പ് എന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ഈശോ മരുഭൂമിയിൽ കഴിഞ്ഞ 40 ദിവസത്തിന്റെ കമ്മമറേഷൻ ആണ്, അതിന്റെ ഓർമ്മയാണല്ലോ. അത് പ്രധാനമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. അത് 4-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിലാണ് ഈശോ മരുഭൂമിയിൽ കഴിഞ്ഞ 40 ദിവസത്തെ കുറിച്ചുള്ള നല്ല വിശദീകരണം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുക. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ അതിന്റെ 15 വരെയുള്ള തിരുവചന ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു വ്യക്തി, ഒരു ചേട്ടൻ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നപ്പോൾ ആ ചേട്ടന്റെ ജീവിതാനുഭവം ചേട്ടൻ പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ആ ചേട്ടന് ജീവിത പങ്കാളിയുണ്ട്, 2 മക്കളാണ്, 2 പെൺകുട്ടികളാണുള്ളത്. ആ ചേട്ടനെ ജോലി ചെയ്യുന്നു, ആ ചേച്ചിയും ജോലി ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പഠിച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു കണ്ണുനീര്, ഒരു തകർച്ചയുടെ അനുഭവം ഉണ്ടാകുകയാണ്. അതില് ആ ഒരു പെൺകുട്ടി ഒരു സൗഹൃദത്തിലായി. അങ്ങനെ ഒരു സൗഹൃദത്തിലായപ്പോഴേക്കും ഈ കുടുംബത്തിന് വലിയൊരു ബുദ്ധിമുട്ടായി. കാരണം അവരുടെ ഭാഷ സംസാരിക്കുന്നയാളല്ല, അവരുടെ രാജ്യത്ത് നിന്നുള്ളയാളല്ല, മറ്റൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലായി. അപ്പനും അമ്മയും ഒക്കെ ഈ പെൺകുട്ടിയെ ഉപദേശിച്ചു. പക്ഷെ ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അവൾ തയ്യാറായിരുന്നില്ല. അപ്പം പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്നാൽ ഈ അപ്പനും അമ്മയാണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, അനുദിനം എന്നോണം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്, വിശുദ്ധ ബൈബിള് അനുദിനം വായിക്കുന്നവരാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്, ദേവാലയത്തിൽ പോകുന്നവരാണ്, ദൈവിക കാര്യങ്ങളിൽ നല്ല താല്പര്യമുള്ളവരാണ്, നല്ല തീഷ്ണതയുള്ളവരാണ്, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അപ്പം പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ തകർച്ച ഉണ്ടായി. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവര് ചോദിച്ച ചോദ്യമുണ്ട്, ഇതെന്താണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഞങ്ങള് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ ബൈബിള് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ? പ്രിയപ്പെട്ടവർ, ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതങ്ങളിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ? അല്ലെ, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ദേവാലയത്തിൽ പോകുന്നുണ്ട്, വിശുദ്ധ ബൈബിള് വായിക്കുന്നുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്താ ഇത്രയും തകർച്ചകൾ? എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇത്രയും വേദനകൾ? എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇത്രയും രോഗങ്ങൾ? എന്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ തകർച്ചകൾ അടിക്കടി വരുന്നത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവമായ കർത്താവ് തന്ന വചനഭാഗവും ഇത് തന്നെയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1ഉം 2ഉം വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുക. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. നമുക്കറിയാം അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈശോ സ്നാപയോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാപിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വരികയും ചെയ്തുവെന്ന് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ടാണ് 4-ാം അധ്യായം അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അപ്പം ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് യോർദാനിൽ നിന്ന് മടങ്ങി. എന്നിട്ട് തൊട്ട് താഴെ ഇപ്രകാരമാണ് വചനം പറയുന്നത്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഈശോ അവിടെ മാറി, അല്ലെ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അവൻ 40 ദിവസം മരുഭൂമിയിൽ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ 1ഉം 2ഉം വചനങ്ങൾ നമ്മൾ ചേർത്തൊന്ന് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെട്ടു, എന്നാൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. നോക്കിക്കേ, യേശു ആത്മാവിനാൽ നയിക്കപ്പെട്ടു, എന്നാൽ അതേസമയം തന്നെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ ജീവിതങ്ങളിലും പിശാചിന്റെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും, പിശാചിന്റെ പ്രലോഭനങ്ങളെ നേരിടേണ്ടി വരുമെന്ന ഒരു വലിയ ആത്മീയ സത്യം ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കാം, പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നവരായിരിക്കാം, പക്ഷേ അവരുടെ ജീവിതങ്ങളിലും വലിയ പ്രലോഭനങ്ങളെ, പിശാചിന്റെ വലിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ഈശോ തന്റെ ജീവിതാനുഭവത്തിലൂടെ ഈ നോമ്പ് കാലത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ബൈബിളിലെ മറ്റൊരു വ്യക്തി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് മറ്റാരുമല്ല, നമുക്കെല്ലാം അറിയാവുന്ന വളരെ ചിരപരിചിതമായ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദാവീദ് രാജാവിനെ കുറിച്ചുള്ള ബൈബിൾ ഭാഗങ്ങളൊക്കെ വായിക്കാനായിട്ട്. ഈ ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് 1 സാമുവേൽ അതിന്റെ 16-ാമത്തെ അധ്യായത്തിലാണ്. നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുള്ള ബൈബിൾ ഭാഗമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ആ ബൈബിൾ ഭാഗം എടുത്ത് വായിക്കുക. 1 സാമുവേൽ അതിന്റെ 16-ാമത്തെ തിരുവചനം. സാമുവേൽ പ്രവാചകൻ ബേത്ലഹേമിൽ
ജസ്സ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ ഏറ്റവും ഇളയ മകനായിരുന്ന ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ഭാഗമാണ് അതിന്റെ ആദ്യ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, 1 സാമുവേൽ അതിന്റെ 16-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം. അങ്ങനെ കുഴലിലെ തൈലമെടുത്ത് ദാവീദിന്റെ മേൽ ഒഴിക്കുമ്പോൾ ദാവീദിന്റെ മേൽ അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വന്നുവെന്ന് 1 സാമുവേൽ 16-13 പറയുന്നു. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ദാവീദിന്റെ മേൽ ആവസിച്ചു. അപ്പൊ ദാവീദ് പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നുവെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞിരുന്ന ഈ ദാവീദ് രാജാവിന്റെ ജീവിതത്തില് പെട്ടെന്ന് ഒരു ദിവസം ഒരു പിശാചിന്റെ വലിയൊരു കെണിയിൽ അവൻ പെടുന്നതും ബൈബിൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. 2 സാമുവേൽ അതിന്റെ 11-ാമത്തെ അധ്യായത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ദിവസം ഭക്ഷണമെല്ലാം കഴിച്ച് ഉച്ചയൂണെല്ലാം കഴിഞ്ഞിട്ട് ദാവീദ് രാജാവ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ നമുക്കറിയാവുന്ന സംഭവമാണ്. താഴെ ഇതാ ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീ കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ ദാവീദ് രാജാവ് കണ്ടു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് അവൻ ആ പിശാചിന്റെ പ്രലോഭനത്തില്, ആ പിശാചിന്റെ കെണിയില്, ആ പിശാചിന്റെ പരീക്ഷയിൽ അവൻ അകപ്പെടുകയാണ്. ഉടനെ തന്നെ അവന്റെ പരിചാരകരെ അയച്ചിട്ട് അതാരെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. പരിചാരകര് അവന്റെ ഭടന്മാര് പോയി അന്വേഷിച്ചിട്ട് വന്ന് പറഞ്ഞു, അങ്ങയുടെ ഭടനായ ഊറിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായ ബത്ശബയാണ്. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ ദാവീദ് രാജാവിന്റെ മനസ്സിൽ പിശാച് ഒരു വലിയ പ്രലോഭനത്തെ കൊടുക്കുകയാണ്, ഇവളോട് ചേർന്ന് പാപം ചെയ്യണം. അങ്ങനെ തന്റെ പരിചാരകരെ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അയച്ചു. അങ്ങനെ ബത്ശബ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. അന്ന് അവളോട് ചേർന്ന് പാപം ചെയ്യുന്ന ദാവീദ് രാജാവിനെയാണ് 2 സാമുവേൽ 11-ാം അധ്യായം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവളോട് ചേർന്ന് പാപം ചെയ്തു. അവൾ അവളുടെ ഭവനത്തിലേക്ക് തിരികെ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവള് ഒരു കുറിപ്പ് രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇതാ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിന് മനസ്സിലായി തന്റെ ഭടനായ ഊറിയായുടെ ഭാര്യ താൻ നിമിത്തം പ്രഗ്നന്റ് ആയി, അതൊരു വലിയൊരു പ്രശ്നമാകുമെന്ന് ദാവീദ് രാജാവിന് മനസ്സിലായപ്പോൾ രണ്ടാമതൊരു പാപം കൂടെ ചെയ്യുവാൻ ദാവീദ് രാജാവിനെ പിശാച് അവിടെ പ്രലോഭിപ്പിച്ചൊരു കെണിയിൽ വീഴ്ത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവൻ യുദ്ധമുഖത്തായിരുന്ന ഊറിയായെ ചതിവിൽ കൊല്ലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ബത്ശബയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന ദാവീദ് രാജാവിനെയാണ് 2 സാമുവേൽ 11-ാം അധ്യായം നമുക്ക് പരിചയപ്പെടുന്നത്. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് 1 സാമുവേൽ 16-ാം അധ്യായത്തിൽ പറയുന്നു. എന്നാൽ 2 സാമുവേൽ 11-ാം അധ്യായത്തിൽ അതേ വ്യക്തി തന്നെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതും നമ്മൾ കണ്ടുമുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കേ. ഒരുപക്ഷെ അനുദിനം ദേവാലയത്തിൽ പോകുന്ന വ്യക്തിയായിരിക്കാം ഞാനും നിങ്ങളും. അനുദിനം ദൈവവചനം വായിക്കുന്ന വ്യക്തിയായിരിക്കാം, അനുദിനം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിലും പിശാച് ഇതുപോലെയുള്ള ചില കെണികളിൽ, ചില പരീക്ഷണങ്ങളിൽ, ചില പ്രലോഭനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അത് പലരുടെയും ജീവിതത്തിൽ പല രീതിയിലായിരിക്കും. ചിലർക്കാണെങ്കിൽ മദ്യപാന ആസക്തിയായിട്ടായിരിക്കാം, ചിലർക്കാണെങ്കിൽ ചില ലൈംഗിക പാപങ്ങളായിട്ടായിരിക്കാം, ചിലർക്ക് ചില തഴക്ക ദോഷങ്ങളായിട്ടായിരിക്കാം. അടിക്കടി കുമ്പസാരത്തിൽ ഏറ്റു പറയുന്ന ചില പാപത്തിന്റെ മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ചിലപ്പോൾ ചിലർക്ക് കണ്ണുകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെ ചിന്തകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ കുറ്റം പറയുന്ന സ്വഭാവം, അതല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒന്ന് താന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാത്തിനും ഒരു എപ്പോഴെപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം, ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കാം പിശാച് നമ്മുടെ ജീവിതങ്ങളിൽ വലിയ പരീക്ഷണങ്ങളെ, പ്രലോഭനങ്ങളെ അനുവദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും പിശാചിനാൽ പരീക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് അതിജീവിക്കാൻ സാധിക്കുക? അതും ഈശോ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനം അവിടെ ഇപ്രകാരം പറയുകയാണ്, ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ഈശോ ആ ദിവസങ്ങളിൽ ഒന്നും ഭക്ഷിച്ചില്ല എന്ന് വെച്ചാൽ ഈശോ ആ ദിവസങ്ങളിൽ ഉപവസിച്ച് തന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നല്ലേ അതിനർത്ഥം. അപ്പൊ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് സാത്താന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അത് സാധിക്കുകയുള്ളൂ എന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനം. മർക്കോസ് 9:29 ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, വളരെ പരിചിതമായ വചനമാണ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിനെയാണ്. പിശാച് പ്രാർത്ഥന കൊണ്ട് മാത്രമേ പുറത്തു പോകുള്ളൂ. തൊട്ട് താഴെ ചെറുതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് പ്രാചീന കൈയെഴുത്ത് പ്രതികളിൽ കാണുന്നു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ആദ്യ വേർഷനുകളിലെല്ലാം എഴുതിയിരുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ പിശാച് നമ്മളെ വിട്ടു പോകൂ എന്നാണ്. അപ്പൊ ഓർക്കുക, പ്രാർത്ഥനയും ഉപവാസവും
ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളും നമ്മൾ കയ്യിലെടുക്കാൻ തയ്യാറാകുമ്പോൾ പിശാച് നമ്മളെ വിട്ടു പോകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇതാണ് ലൂക്കായുടെ സുവിശേഷത്തില് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ആ 40 ദിവസങ്ങൾ ഉപവസിച്ചു, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്കറിയാം ഈശോയ്ക്കുണ്ടായ 3 പരീക്ഷണങ്ങളിലും നിയമാവർത്തന പുസ്തകത്തിലെ 3 വചനങ്ങൾ എടുത്ത് പിശാചിന്റെ പ്രലോഭനങ്ങളെ ഈശോ അതിജീവിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇനി ഈ ദാവീദ് രാജാവിന്റെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ഈ ദാവീദ് രാജാവ് എന്താണ് അവന്റെ ജീവിതത്തിൽ അതിനുശേഷം ചെയ്തത് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്. ഈ ബേത്ശബ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് ശേഷം പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിന്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. അപ്പോ ദൈവമായ കർത്താവ് നാഥാൻ പ്രവാചകനെ ഈ ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, നിന്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി, നിന്റെ പ്രവൃത്തി കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നീ അനുതപിക്കണം, നിന്റെ പാപങ്ങൾ ഓർത്ത് നീ ദൈവസന്നിധിയിൽ കരയണം. പ്രിയപ്പെട്ടവരെ, 2 സാമുവേൽ അതിന്റെ 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദാവീദ് അനുതപിക്കുന്നു. ദാവീദ് അനുതപിക്കുന്നു. ഇതാ, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല, രക്തച്ചൊരിച്ചിൽ നിന്റെ ഭവനത്തിൽ നിന്നും ഒഴിയുകയില്ല. നിന്റെ ഭവനത്തിലേക്ക് ഇതാ, നിന്റെ കുടുംബത്തിലേക്ക് ഇതാ, നിന്റെ തലമുറകളിലേക്ക് ഇതാ അനർത്ഥം കടന്നു വരാൻ പോകുന്നുവെന്ന് നാഥാൻ പ്രവാചകന്റെ പ്രവചനം കേട്ട് ദാവീദ് അനുതപിക്കുന്നതായിട്ടാണ് 2 സാമുവേൽ അതിന്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, 51-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, ദൈവമേ കനിയണമേ. തൊട്ട് താഴെ 51-ാം സങ്കീർത്തനം വായിച്ചിട്ടുള്ളവർക്കറിയാം, തൊട്ട് താഴെ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദാവീദ് ബേത്ശബയെ പ്രാപിച്ചതിന് ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ കൊട്ടാരത്തിൽ കടന്നു വന്നപ്പോൾ അവൻ പാടിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം, അല്ലേ? 51-ാം സങ്കീർത്തനത്തിലെ 10-ാമത്തെ വചനം, 10ഉം 11ഉം വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് 51-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ഉണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ദാവീദ് പറയുകയാണ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് കണ്ണുനീരോടെ നിലവിളിക്കുന്ന ദാവീദ് രാജാവിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 51-ാം സങ്കീർത്തനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഈ ദാവീദ് രാജാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ബേത്ശബ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, ബേത്ശബയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. എന്നാൽ 2 സാമുവേൽ 12 പറയുകയാണ്, കർത്താവ് ആ കുഞ്ഞിനെ പ്രഹരിച്ചു. ആ കുഞ്ഞിനൊരു രോഗം വന്നു. എല്ലാ ഡോക്ടർമാരെയും വിളിച്ച് ചികിത്സിച്ചു. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു, ഈ കുഞ്ഞ് രക്ഷപ്പെടില്ല, കുഞ്ഞ് മരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദാവീദ് രാജാവ് ചെയ്ത ഒരു കാര്യം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ചാക്കുടുത്ത് ചാരം പൂശി. ഓർക്കണം, ഇസ്രായേലിലെ മഹോന്നതനായ രാജാവാണ്. അവൻ ചാക്കുടുത്ത് ചാരം പൂശി നിലത്ത് കിടന്നു എന്നാണ് 2 സാമുവേൽ അതിന്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുക. 7 ദിവസങ്ങൾ അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. കർത്താവിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിനെയാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവ്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ചെയ്തതുപോലെ, ദാവീദ് രാജാവ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം കയ്യിലെടുക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ തഴക്ക ദോഷങ്ങളുടെ മേൽ, പാപ സ്വഭാവങ്ങളുടെ മേൽ, ലോകത്തിന്റെ ചാബല്യങ്ങളുടെ മേൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകളുടെ മേൽ, നമ്മുടെ കുറവുകളുടെ മേൽ, നമ്മുടെ പോരായ്മകളുടെ മേൽ, അതിനെയെല്ലാം അതിജീവിക്കാനുള്ള സ്വർഗത്തിന്റെ ഉന്നതമായ ശക്തി നമ്മളിലേക്ക് നിറയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് കണ്ടു. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ പിശാചിനാൽ പരീക്ഷിക്കപ്പെടും. അങ്ങനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവവചനത്തിലൂടെയും നമുക്ക് പിശാചിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമെന്നും വചനം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവസിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് 3ാമതൊരു കാര്യം കൂടെ ഈശോ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് 4-ാം അധ്യായം 13ഉം 14ഉം 15ഉം തിരുവചനങ്ങളിലാണ്. Gospel of Saint Luke, chapter 4, verses 13, 14 and 15. പ്രിയപ്പെട്ടവരെ, ഈശോ ഉപവസിക്കാൻ തയ്യാറായപ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനം, ആത്മാവിന്റെ വാളാകുന്ന ദൈവത്തിന്റെ വചനം കയ്യിലെടുത്തപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് 13-ാം വചനം ഓർപ്പിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുകയാണ്, അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. നോക്കിക്കേ, അപ്പോൾ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ എന്ന ഒരു വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ്? ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനത്തെ കയ്യിലെടുത്തപ്പോൾ, അപ്പോൾ
പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവനെ വിട്ടുപോയി. തൊട്ട് താഴെ വചനം പറയുകയാണ്, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. തൊട്ട് താഴത്തെ ഹെഡിങ് ഇപ്രകാരമാണ് പറയുന്നത്, ഈശോ തന്റെ ദൗത്യം ആരംഭിച്ചു. തൊട്ട് താഴെ നിങ്ങൾ വചനം വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഈശോയുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ അടയാളങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അനേകം രോഗികൾ സുഖപ്പെട്ടു, അനേകം പേരിൽ നിന്നും പിശാചുകൾ വിട്ടുപോയി. അതേ പ്രിയപ്പെട്ടവരെ, യേശു തന്റെ ദൗത്യം ആരംഭിച്ചു. ഇതെല്ലാം സംഭവിച്ചപ്പോഴാണെന്നറിയാമോ? ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ കയ്യിലെടുത്തപ്പോൾ ഈശോയുടെ ജീവിതത്തില്, ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുവാൻ അത് കാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുമ്പേ കണ്ടില്ലേ, ദാവീദ് രാജാവ്, ഉപവസിക്കുന്ന ദാവീദ് രാജാവ്, നിലത്ത് കിടക്കുന്ന ദാവീദ് രാജാവ്, ചാക്കൊടുത്ത് ചാരം പൂശി ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട ദാവീദ് രാജാവ്. അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ആ ബേത്ശബയിൽ തന്നെ ദൈവമായ കർത്താവ് തന്റെ ദാസൻ എളിമപ്പെട്ട് തന്റെ തിരുസന്നിധിയില് തിരിച്ചു വന്നപ്പോൾ അവൻ ഒരു മകനെ കൂടെ കൊടുത്ത് ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു. 2 സാമുവേൽ അതിന്റെ 12-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബേത്ശബയിൽ അവന് ഒരു മകൻ കൂടെ ജനിച്ചു. ആ മകന്റെ പേരായിരുന്നു സോളമൻ. ഹല്ലേലൂയ. ഇസ്രായേലിലെ ഏറ്റവും ജ്ഞാനിയായ, ഏറ്റവും വിവേകം നിറഞ്ഞ, ഏറ്റവും വിസ്ഡം ഉണ്ടായിരുന്ന രാജാവായിരുന്നു സോളമൻ രാജാവ്. ഈ സോളമൻ രാജാവിനെ കൊടുത്ത് ദൈവമായ കർത്താവ് ദാവീദിനെ അനുഗ്രഹിച്ചത് എപ്പോഴാണെന്നറിയാമോ? ദൈവസന്നിധിയിൽ എളിമപ്പെട്ടപ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവവചനം കയ്യിലെടുത്തപ്പോൾ, ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ അവൻ തയ്യാറായപ്പോൾ, തന്റെ പാപങ്ങളോർത്ത് കണ്ണുനീരോടെ നിലവിളിച്ച ദാവീദ് രാജാവിന് ദൈവമായ കർത്താവ് സ്വർഗം കൊടുത്ത സമ്മാനമായിരുന്നു പ്രിയപ്പെട്ടവരെ സോളമൻ രാജാവ്. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിഹാര പ്രവൃത്തികൾ ചെയ്യുവാനും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ കയ്യിലെടുക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളിന്ന് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, തഴക്കദോഷങ്ങൾ, പാപ സ്വഭാവങ്ങൾ, നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, ഇതിനെ അതിജീവിക്കുവാനുള്ള സ്വർഗത്തിന്റെ ഉന്നതമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് സ്വർഗം വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ടോക്കിന്റെ ആദ്യ ഭാഗത്ത് ഒരു ചേട്ടൻ എന്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വന്ന കാര്യം പറഞ്ഞല്ലോ. ചേട്ടന് 2 മക്കൾ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ. ഈ ചേട്ടന്റെ ജീവിതത്തില് ഈ വചനഭാഗം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചേട്ടൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു. ചേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി, വീട്ടിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ചേട്ടൻ തീരുമാനമെടുത്തു, തന്റെ ഈ മകളുടെ ഈ കാര്യത്തില് ദൈവമായ കർത്താവ് ഇടപെടുന്നത് വരെ ആ ചേട്ടൻ ഒരു പ്രത്യേക കാര്യം വേണ്ടാന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില പ്രത്യേക പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അനുദിനം എന്നോണം ദൈവബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തില് ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ ആ കുടുംബത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ ഒരു വ്യക്തി ആരെയാണോ സ്നേഹിച്ചിരുന്നത്, ആ വ്യക്തിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തില് അവരായിരുന്ന രാജ്യം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ ആ വ്യക്തിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. എത്ര പ്രാവശ്യം ഈ എന്റെ മകള് കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല, ഒരു വിവരവുമില്ല. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ മകള് വിശ്വാസത്തിലേക്ക് തിരികെ വന്നു. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ടവളായിട്ട് അവൾ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വ്യക്തി ഇന്ന് വിവാഹം കഴിച്ച് പ്രിയപ്പെട്ടവരെ 2-3 കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ വലിയൊരു തിന്മയിൽ നിന്നും ആ കുടുംബത്തെ, ആ വ്യക്തി, പ്രത്യേകിച്ച് ആ ഒരു അപ്പൻ പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങനെ ഉപവസിച്ചപ്പോൾ ആ വ്യക്തിയിലേക്ക്, ആ കുടുംബത്തിലേക്ക് വലിയ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് കണ്ടു. അനേക നാളുകൾക്ക് ശേഷം ആ ചേട്ടനെ ഒരിക്കൽ കൂടി കാണാനിടയായപ്പോൾ പറഞ്ഞു, യെസ്, അന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ ദിവസം എളിമപ്പെടാനും ഞാൻ തയ്യാറായതുകൊണ്ട് എന്റെ ജീവിതത്തില് വലിയ ദൈവിക ഇടപെടൽ ഉണ്ടായി എന്ന് ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്കും ഒരു തീരുമാനമെടുക്കാം. ഒരു പക്ഷേ ഈ നോമ്പിനൊന്നും വലിയ പ്രാധാന്യമില്ല, ഈ നോമ്പെടുത്തുകൊണ്ട് എന്താണ് കാര്യം, ഈ നോമ്പുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഓരോ പ്രാവശ്യവും നമ്മൾ നോമ്പെടുക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും നമ്മൾ ഉപവസിക്കാൻ തയ്യാറാകുമ്പോൾ, ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവസന്നിധിയിൽ ദാവീദ് രാജാവിനെ പോലെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് തിന്മകളും അന്ധകാര ശക്തികളും പൈശാചിക പീഡകളും ലോകത്തോടുള്ള, പണത്തോടുള്ള, സ്ഥാനമാനങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആസക്തിയും, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടും, നമ്മുടെ പാപത്തിലേക്കുള്ള ചായവും സ്വഭാവവും, ആ ഇൻക്ലിനേഷൻ എല്ലാം ദൈവമായ കർത്താവ് എടുത്തു മാറ്റും. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ ശക്തി നമ്മളിലേക്ക് നിറയും. ഈ ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. സെയിന്റ് അഗസ്റ്റിൻ ഇപ്രകാരമാണ് ഉപവാസത്തെ കുറിച്ച് പറയുന്നത്: ഒരു വ്യക്തി അവന്റെ ശരീരത്തിൽ ഉപവസിക്കുമ്പോൾ അത് അവന്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ആത്മാവില് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുവാൻ ഓരോ ഉപവാസവും നമ്മളെ സഹായിക്കുന്നു. മറ്റൊരു
വിശുദ്ധൻ പറയുന്നത് എങ്ങനെയാണ്? സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ശരീരത്തിൽ ഉപവസിക്കുമ്പോൾ അത് ആത്മാവിന്റെ ഭക്ഷണമായിട്ട് മാറുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നല്ല ഉറപ്പുള്ള ഒരു മനസ്സ്, നല്ല വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ നമ്മളെ ജീവിക്കുവാനായിട്ട് നമ്മുടെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ആത്മാവിൽ ശക്തിപ്പെടുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. അങ്ങനെ ആ ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ ഈ ഒരു നോമ്പുകാലത്തിൽ പ്രാർത്ഥിക്കാം. ഈ ഒരു നോമ്പുകാലം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന്റെ സമയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.